ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏതു കാര്യവും നമുക്ക് സ്വായത്തമാകണമെങ്കിൽ അഭ്യാസം കൂടിയേ കഴിയൂ. ഒരു കൊച്ചു കുഞ്ഞ് എഴുതി പഠിക്കണമെങ്കിൽ സ്ലേറ്റും പെൻസിലും അതിലെഴുതി തൻ്റെ കയ്യിന് സ്വാധീനം വന്നാൽ മാത്രമേ അത് നിഷ്പ്രയാസം ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ നമുക്ക് ആത്മീയമായ പുരോഗതി അല്ലെങ്കിൽ നാം ആത്മസ്വരൂപത്തെ അറിയണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? അതിന് ചില ചെയ്തികൾ ചെയ്തേ പറ്റൂ. ജ്ഞാനാഭ്യാസത്തിൻ വടികളില്ലേ തുമേ, ജ്ഞാനാഭ്യാസത്തിൻ ക്രമങ്ങൾ പറഞ്ഞിടാം. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടണം. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവണം. തത്വശ്രവണം നടത്തണം വേണ്ടപോൽ. തത്വമനനവും പിന്നീട് ചെയ്യണം. നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ ചെയ്യുക തത്വപ്രതിഷ്ഠിതനായിടും. തത്വത്തിൽ പ്രതിഷ്ഠിതൻ ആവണമെങ്കിൽ ചില പടവുകൾ നാം കയറിയേ പറ്റൂ. അല്ലെങ്കിൽ ചില തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ചാൽ മാത്രമേ അത് നേടാൻ സാധിക്കുകയുള്ളൂ. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് വഴിക്ക് വഴിയെ വിവരിച്ച് തരികയാണ്. ജ്ഞാനാഭ്യാസത്തിൻ പടികളിലേതുമേ. ജ്ഞാന അഭ്യാസത്തിന് പടികളല്ല. ജ്ഞാനാഭ്യാസത്തിൽ പടികളിലേതുമേ. ജ്ഞാനാഭ്യാസത്തിൽ ക്രമങ്ങൾ പറഞ്ഞിടാം. ജ്ഞാനാഭ്യാസത്തിന് പടികളല്ല, അതിൻ്റെ ക്രമങ്ങളാണ്. എന്തൊക്കെയാണ് നാം ജ്ഞാനാഭ്യാസം ഉണ്ടാവണമെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടണം. നമ്മുടെ അകത്തുള്ള കരണങ്ങൾ അതേതൊക്കെയാണ്? അന്ധക്കരണം എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഉപകരണം. അത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 അന്ധക്കരണം എന്ന് പറയുന്നത്. മനസ്സെന്നാൽ എപ്പോഴും സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. ബുദ്ധി എന്നാൽ എന്തും നിശ്ചയിക്കുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന തോന്നൽ. ഈ 3നെയും, അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചൈതന്യവത്താക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് ഏതോ അതാണ് ചിത്തം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഈ 4 അന്ധക്കരണം എന്ന് പറയുന്നത്. ഈ അന്ധക്കരണം ശുദ്ധമാക്കണം. നല്ല ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയ്ക്കണം. അങ്ങനെ ആദ്യത്തെ പടി മനസ്സിലാണ് കിടക്കുന്നത്. നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വാക്കുകൾ ഉണ്ടാവുകയുള്ളൂ. നല്ല വാക്കുകൾ പറയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല പ്രവൃത്തികൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നല്ല ചിന്തകൾ ബുദ്ധിയിലും, ആ ബുദ്ധിയിലുള്ളതാണ് മനസ്സിൽ വാക്കായി വരുന്നത്. അത് തന്നെയാണ് ശരീരത്തിൽ പ്രവൃത്തിയായും വരുന്നത്. അതിനെ ശുദ്ധമാക്കണം. അന്ധക്കരണം നാം ശുദ്ധമാക്കി വയ്ക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആത്മജ്ഞാനം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ഈ അന്ധക്കരണം ശുദ്ധമാകണം. മാത്രം പോരാ, അടുത്ത പടിയും കൂടെ കേൾക്കൂ. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവണം. ഇനി അടുത്തതെന്താ? ഏകാഗ്രതയാർന്ന
ഒരു മനസ്സ് ഏകത്തിൽ തന്നെ തൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം മാത്രമായിരിക്കണം എന്ന ഏകാഗ്രത, ഏകമായതിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠ നമുക്കുണ്ടാവണം. അതാണ് ജ്ഞാനാഭ്യാസത്തിൻ പടികളില്ലേതുമേ, ജ്ഞാനാഭ്യാസത്തിൻ ക്രമങ്ങൾ പറഞ്ഞിടാം, അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടണം, ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവണം. മാത്രം പോരാ, ഇനി എന്താ വേണ്ടത് എന്ന് കൂടി കേൾക്കൂ. തത്വശ്രവണം നടത്തണം വേണ്ടപോൽ, തത്വമനനവും പിന്നീടു ചെയ്യണം, നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ ചെയ്യുക തത്വ പ്രതിഷ്ഠിതരായി വരും. ഇത്രയും നമ്മൾ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? തത്വശ്രവണം നടത്തണം വേണ്ടപോൽ, തത്വങ്ങളെ അറിയുന്ന ആചാര്യന്മാരിൽ നിന്നും ശ്രദ്ധിക്കണം നമ്മൾ. തത്വശ്രവണം നടത്തണം വേണ്ടതുപോലെ തത്വങ്ങളെ നമ്മൾ ശ്രവിക്കണം. അതിനെ ആ അറിയുന്ന ആളുകളെ സമീപിച്ച് വിനയത്തോടുകൂടി നമ്മൾ ചോദിക്കണം, എന്താണ് അറിയേണ്ടത് എന്ന് വരികിൽ അത് ചോദിക്കുമ്പോൾ നമുക്കവർ വ്യക്തമാക്കി തരും. അതാണ് തത്വശ്രവണം നടത്തണം വേണ്ടപോൽ, തത്വമനനവും പിന്നീട് ചെയ്യണം. ആദ്യം നമ്മൾ ആ തത്വം ശ്രവിക്കുന്നു, പിന്നീട് അത് ചിന്തിച്ചുറപ്പിക്കണം. അതിനാണ് മനനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണം, മനനം, തത്വങ്ങൾ മനനം ചെയ്ത് ഉറപ്പിക്കണം. തത്വശ്രവണം നടത്തണം വേണ്ടപോൽ, തത്വമനനവും പിന്നീടു ചെയ്യണം, നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ. പിന്നീട് നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക. അതിനാണ് നിധിധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസം, ഇത് മൂന്നും നാം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ച് എടുക്കേണ്ടതാണ്. നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ. നിധിധ്യാസം എന്നാൽ നാം ശ്രമിച്ചതും മനനം ചെയ്തതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കുന്നതാണ് നിധിധ്യാസം. നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ ചെയ്യുക തത്വപ്രതിഷ്ഠിതനായിടും. ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ തത്വത്തിൽ നമ്മൾ ഉറച്ചു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളിൽ നിന്നും നമുക്ക് പ്രതിരോധമോ അതുപോലെ ദുഃഖമോ ഉണ്ടാവുകയില്ല. ഒന്നും നമ്മെ അലട്ടുകയുമില്ല, ഒന്നിനും നമ്മെ ഇളക്കാനും കഴിയുകയില്ല. നമ്മുടെ തത്വത്തിൽ തന്നെ നമുക്ക് സ്ഥിരപ്രതിഷ്ഠിതനായിരിക്കാൻ സാധിക്കുന്നതാണ്. ജ്ഞാനാഭ്യാസത്തിൻ പടികളില്ലേതുമേ, ജ്ഞാനാഭ്യാസത്തിൻ ക്രമങ്ങൾ പറഞ്ഞിടാം, അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടണം, ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവണം, തത്വശ്രവണം നടത്തണം വേണ്ടപോൽ, തത്വമനനവും പിന്നീടു ചെയ്യണം, നന്നായി നിധിധ്യാസം അഭ്യാസം എന്നിവ ചെയ്യുക തത്വപ്രതിഷ്ഠിതരായിടും. ഇതാണ് നാം ചെയ്യേണ്ടതായ പരമപ്രധാനമായ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ നാം പ്രതിഷ്ഠിതനായാൽ മാത്രമേ നമുക്ക് ആത്മജ്ഞാനത്തിന് നമ്മൾ അർഹരായിത്തീരുകയുള്ളൂ.